ഹായ്, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഐസ്ക്രീം ഉണ്ടാക്കിയാലോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള മത്തങ്ങ കൊണ്ടുള്ള ഐസ്ക്രീം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായി ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു കുക്കർ എടുത്തിട്ട് അതിൽ ഈ മത്തങ്ങ ഇട്ടിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കിതിനെ നന്നായി ഒന്ന് വേവിക്കാം. ഒരു 5 6 എത്ര വിസിലായാലും കുഴപ്പമില്ല. ഇത് നന്നായി വെന്തുടയണം. അപ്പം നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ഉടയുന്ന വരെ നമുക്ക് വിസിൽ വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 7-8 വിസിലടിപ്പിച്ചിട്ടുണ്ട്. കുറേ വിസിൽ വയ്ക്കുമ്പോൾ നമ്മൾ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുള്ളൂ. അടി പിടിക്കാതെ നോക്കണം. നമുക്ക് ഈ സമയം നമുക്കൊരു പഞ്ചസാര ലായനി ഉണ്ടാക്കാം. അപ്പോൾ 1 കപ്പ് പഞ്ചസാര ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് ഒരു പാനി പോലെ ഉണ്ടാക്കാം. നൂൽപ്പരുവൊന്നും ആവണ്ട, ജസ്റ്റ് ഒരു പാനി പോലെ കിട്ടിയാൽ മതി നമുക്ക് പഞ്ചസാരയുടെ. നമുക്കപ്പോൾ ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ പാനി അവിടെ വെച്ചിട്ടുണ്ട് പാനിയാക്കാൻ. ഇനി നമുക്ക് ഈ സമയം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 1 കപ്പ് പാലെടുത്തിട്ട് ഇതേപോലെ ചൂടാക്കാൻ വയ്ക്കാം. അത് നന്നായി തിളച്ച് ഒന്ന് കുറുകിയ പരുവം വരുമ്പോൾ നമുക്ക് എടുക്കാം. ഗ്യാസിൽ നിന്ന് എടുത്തിട്ട് അതിലോട്ട് 1 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി നല്ല ഒരു ഫുള്ള് പാലിലേക്ക് ഈ മിൽക്ക് മെയ്ഡ് യോജിക്കത്തക്ക വിധത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലൊന്ന് നന്നായി കുറുകിയതിൻ്റെ ശേഷം നമുക്ക് ഗ്യാസിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ. എന്താ വെച്ചാൽ പാലിൽ നല്ല വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഒന്ന് കുറുകണം. പിന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുമ്പോൾ നല്ല അത്യാവശ്യം ഒരു തിക്കായിട്ട് തന്നെ കിട്ടും നമ്മുടെ പാല്. ഇനി നമുക്ക് റെഡിയാക്കി വെക്കേണ്ട എന്താ വെച്ചാൽ ഒരു 1/2 ടേബിൾ സ്പൂണോളം ജലാറ്റിൻ അതൊരു ലൈറ്റ് ചൂടുവെള്ളത്തിൽ ഒന്ന് ലയിപ്പിച്ച് ഒന്ന് മിക്സാക്കി വെക്കണം. നമ്മൾ അധികം വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളത്തിൽ നമുക്കൊന്ന് മിക്സാക്കി വയ്ക്കാം. നമുക്കൊരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണത്. ഇനി നമുക്ക് റെഡിയാക്കാൻ ഒരു 1/2 മുറി, അതായത് ഒരു ലെമൺ നാരങ്ങയുടെ ഒരു 1/2 മുറിയാണ് വേണ്ടത്. അത് നമുക്ക് റെഡിയാക്കി വയ്ക്കാം. പിന്നെ നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കുമ്പോൾ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറിയാൽ മാത്രമേ നമുക്ക് മിക്സിയിൽ അടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഈ ടൈമിൽ നമ്മൾ പഞ്ചസാര ലായനി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതിൽ പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് അതിൽ മിക്സാക്കി എടുത്താലും മതി. ഇത് ഞാനൊക്കെ സെപ്പറേറ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ചൂടാറിയാൽ മാത്രമാണ് നമുക്ക് മിക്സിയിൽ ഇതിനെ ഒന്ന് നല്ല പോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മത്തങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മിക്സിയുടെ ജാറിലോട്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനെ അരച്ചെടുക്കാം. അപ്പോൾ നമുക്കത് നമ്മൾ അരച്ചെടുത്ത ഈ മത്തങ്ങയുടെ ഈ മിക്സ്ചർ നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇനി ചേർക്കേണ്ട എന്താ വെച്ചാൽ നമ്മളെ പാലും മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ടുള്ള മിശ്രിതം ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ട് ഇളക്കി നന്നായി യോജിപ്പിക്കണം. ഇതിൽ നമ്മൾ ഫ്രഷ് ക്രീമൊന്നും ചേർക്കണില്ല. അപ്പം നമ്മൾ മിൽക്ക് മെയ്ഡും പാലും പഞ്ചസാരയും മാത്രമേ തന്നെ ചേർക്കുന്നുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും ചേർക്കുന്നൊന്നുമില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുത്താലും നല്ല ഹെൽത്തി ആയിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ നമ്മൾ നാരങ്ങ നീരും അതേപോലെ തന്നെ ജലാറ്റിനും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ഏതിലാണോ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1 ലിറ്ററിൻ്റെ ഐസ്ക്രീം ബോട്ടിൽ തന്നെയാണ്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് കവർ ചെയ്ത് വെക്കണം. അതായത് നമ്മൾ ഐസ് ക്യൂബ്സ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ തന്നെ അതിലേക്ക് നീരിട്ട് വരാതിരിക്കാനാണ്. നമ്മൾ അടച്ചു വെക്കുന്നതൊക്കെ തന്നെയാണ്, എങ്കിൽ കൂടി ഒന്ന് കവർ ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ ജസ്റ്റ് അതൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു നൈറ്റ് ഫുള്ള് നമുക്കൊന്ന് സെറ്റാക്കാൻ വയ്ക്കാം ഫ്രീസറിൽ. പിന്നെ നമുക്ക് പിറ്റേ ദിവസം രാവിലെ എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് നന്നായി സെറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മത്തങ്ങ ഐസ്ക്രീം. അപ്പോൾ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളായാലും അതേപോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഐസ്ക്രീമൊക്കെ ചോദിക്കുന്ന ചെറിയ പിള്ളേരൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ മത്തങ്ങ വെച്ചിട്ട് ഇതേപോലെ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ അതിനൊന്ന് നമുക്കൊന്ന് ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.